എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം ഉമ്മ ഇവിടെ പേര് മാറ്റിയിട്ടുണ്ടാവും. അമ്മ എന്ന് വിളിക്കുന്നവരുണ്ട്, ഉമ്മ എന്ന് വിളിക്കുന്നവരുണ്ട്. എന്തോ ആവട്ടെ എന്റെ അനുജ, നമ്മുടെ ഉമ്മ ഈ സദസ്സിലുണ്ടോ? ആ ഉമ്മയുടെ മുഖത്ത് സന്തോഷിപ്പിച്ചൊരു നോട്ടം നോക്കി ഉമ്മ എന്ന് വിളിച്ചാൽ മോനെയടോ എനിക്കൊരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. വെറും ഹജ്ജല്ല, മബ്റൂറായ ഹജ്ജ്. സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, എന്റെ ഉപ്പയുടെ മുഖത്ത് 100 വട്ടം നോക്കിയാലോ എന്റെ ഉപ്പ സുഖമില്ലാതെ വീട്ടിൽ കിടക്കുന്നുണ്ട്, പാവമാ. എന്റെ ഉപ്പ ആ വാപ്പയുടെ മുഖത്ത് 100 പ്രാവശ്യം നോക്കിയാലോ അവിടുന്ന് കൊടുത്ത മറുപടി 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. ചൊല്ലണേ ഖാല റസൂലുള്ളാഹി, ഉറക്കെ ചൊല്ലും ഖാല റസൂലുള്ളാഹി വഇൻ ലലമാ. അവരത്ര മോശപ്പെട്ടവരാണെങ്കിലും പ്രായാധിക്യം കൊണ്ട് പലതും പറയും, പലതും കേൾക്കേണ്ടി വരും. എന്തോ ആവട്ടെ അനുജന്മാരെ, അവരത്ര മോശപ്പെട്ടവരാണെങ്കിലും ലോകത്ത് കോടിക്കണക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത 2 മുത്തുകളെ അല്ലാഹു ലോകത്ത് പടച്ചിട്ടുണ്ട്. ഒന്ന് ഉമ്മയാണ്, മറ്റൊന്ന് നമ്മുടെ ഉപ്പയുമാണ്. തർക്കമുണ്ടോ മുസ്ലിമീങ്ങളെ? എന്തു കൊടുത്താലും കിട്ടാത്ത 2 മുത്തുകൾ, ഒന്ന് നമ്മുടെ ഉമ്മ, മറ്റൊന്ന് നമ്മുടെ ഉപ്പയുമാണ്. പോയി നോക്കട്ടെ പാവങ്ങളൊക്കെ. എന്റെ ഉമ്മ മരിച്ചു, 1 കൊല്ലം കഴിഞ്ഞു, ആ വേദന നികത്താൻ കഴിഞ്ഞിട്ടില്ല. ഏത് രാത്രി പാതിരാ സമയത്ത് 2 മണിക്ക് 3 മണിക്ക് വീട്ടിൽ ചെന്ന് വാതിലൊന്നും വിട്ടിയാൽ എന്റെ പൊന്നുമ്മ വാതിൽ തുറന്നിട്ട് ചായ കുടിക്കണോ, അല്പം കൂടെ ചോറ് കടിക്കണോ എന്ന് ചോദിച്ചിരുന്ന ഉമ്മ വീട്ടിൽ ചെന്ന് ഉമ്മയുടെ കട്ടിലിന്റെ അരികിൽ സിംഹാസനമായിരുന്നു. ഇന്ന് വീട്ടിൽ ചെന്നാൽ ഇരിക്കാൻ എവിടെയാ കസേരയുള്ളത്? ഉമ്മയുടെ കട്ടിലിന്റെ ചാരത്തിരിക്കുന്ന ആ ബർക്കത്താ സന്തോഷം, ബാപ്പയുടെ ചാരത്തിരിക്കുന്ന ഒരു സന്തോഷം ഉണ്ടോ സഹോദരങ്ങളെ? പോയി നോക്കിയാലേ അറിയൂ. പാവങ്ങളാണ് നമ്മുടെ ഉപ്പമാർ, സാധുക്കളാണ് നമ്മുടെ ഉമ്മമാർ. എനിക്ക് എന്റെ ചരിത്രം പറഞ്ഞ് 2 മണിക്കൂർ തികക്കാൻ അറിയാത്തവനല്ല ഞാൻ. ഈ വേദിയിൽ എപ്പോഴും വരാൻ കഴിയാത്തൊരുത്തനാണ് ഈ വിനീതൽ. ഇൻഷാ അല്ലാഹ് ഇർഷാദിയ അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനം നിങ്ങൾ വളർത്തണം. ഞങ്ങളെ പോലെയുള്ളവര്, സാദാത്തുക്കളെ പോലെയുള്ളവരുടെ തണൽ എപ്പോഴും ഇവിടെ ഉണ്ടാകുമെന്ന് സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ സാധുവായ ഉമ്മ ഉപ്പ അവര് പച്ച പാവങ്ങളാണ്. നമ്മുടെ ഉമ്മ മരിച്ചാൽ കോടികൾ കൊടുത്തിട്ടൊരു ഉമ്മാനെ വാങ്ങാൻ കഴിയോ? നമ്മുടെ ഉപ്പയെങ്ങാനും ലോകത്തോട് ഇവിടെ പറഞ്ഞാൽ എന്തു കൊടുത്താലും ഒരു ഉപ്പാനെ കിട്ടോ? സഹോദരങ്ങളെ, പരിധിയുണ്ട്, പാവങ്ങളാണ്. മന്ദആലി അബവൈഹി ഫീ കുല്ലി യൗമിൽ 5 മർറാത്ത്. മുസ്ലിമീങ്ങളെ, 5 പ്രാവശ്യം ഉമ്മ ഉപ്പ ആ സാധുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കില്ല, അല്ലാഹു വിഷമിപ്പിക്കില്ല, അല്ലാഹു മൂത്രത്തിലിട്ട് പരീക്ഷിക്കുകയില്ല. മന്ദആലി അബവൈഹി ഫീ കുല്ലി യൗമിൽ 5 മർറാത്ത്. 5 പ്രാവശ്യം ഉമ്മ ഉപ്പ ആ മുത്തുകളെ നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹു തആല കൊടുക്കില്ല. ഉമ്മാക്ക് ദുആ ചെയ്യുന്നവനെ, ഉപ്പാക്ക് ദുആ ചെയ്യുന്നവനെ കൂട്ടത്തിൽ നോക്കൂ നിങ്ങൾ. മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഞാൻ ഈ സദസ്സ് സാധാരണക്കാരുടെ വലിയൊരു സദസ്സാണ്. അതുകൊണ്ട് ഞാൻ ഈ ശൈലി നിങ്ങളുടെ അരികിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ പെറ്റ ഉമ്മയേക്കാൾ ആ മനുഷ്യന്റെ ഭാര്യയ്ക്ക് വല്ല പദവി കൊടുക്കുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, നാം കെട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ പെണ്ണിന് നമ്മുടെ ഉമ്മയേക്കാൾ വല്ല സ്ഥാനം കൊടുത്താൽ അബൂജഹലിനെ പോലെ ശാപത്തിന്റെ ഉടമയാണ്, ഫിർഔനിനെ പോലെ ശാപത്തിന്റെ ഉടമയാണ്. ചൊല്ലണേ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾക്ക് ക്ഷീണായോ? ഒരു ഇടങ്ങാറുണ്ട് നിങ്ങൾക്ക്? ഇല്ല, നിങ്ങൾ അങ്ങ് ചൊല്ലിക്കൊള്ളിന്ന്. എന്നെ നീട്ടിയാൽ അത് എന്നാലും എന്നെ ചീത്ത പറയും ചിലപ്പോ. എന്നാലും ഞാനങ്ങ് പറയും. ഞാനൊരു 5 മിനിറ്റ് എന്നാലും നീട്ടും. ചീത്ത പറഞ്ഞാൽ കൊള്ളും ഞാൻ. അതൊക്കെ അടിച്ചാലും ഞാൻ കൊള്ളും ഇൻഷാ അല്ലാഹ്. നോക്കൂ നിങ്ങൾ, മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. മാതാപിതാക്കളെക്കാൾ ഭാര്യമാർക്ക് വല്ല പദവി കൊടുക്കുന്നവൾ, ഈ വഅദ് പറയുന്നവൾ എന്റെ ഉമ്മ
ഉമ്മയേക്കാൾ ഞാൻ എന്റെ ഭാര്യയ്ക്ക് വല്ല സ്ഥാനം കൊടുത്താൽ ഞാൻ അബൂജഹലിനെ പോലെ ശാപത്തിനുടമയാണത്രേ. അല്ലാഹു തആല കാക്കുമാറാവട്ടെ, അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ഈ അടുത്ത് ഒരു കുട്ടി, ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം, ഉസ്താദേ ദുആ ചെയ്യണം. അപ്പൊ എന്തേ ഇപ്പോ? അപ്പൊ കുട്ടി എന്നോട് പറയാ, എന്റെ ഉമ്മ വളരെ മോശമാണ്, ഭാഷ നിങ്ങൾക്ക് മനസ്സിലാണില്ലേ, എന്റെ ഉമ്മ വളരെ മോശമാണ്. എന്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന. ഞാൻ ആ കുട്ടിയോട് മോനെ ഒന്ന് കാണാൻ കേട്ടാ, പ്രസംഗം കഴിഞ്ഞൊന്ന് കാണുന്ന. ഞാൻ അവനെ അടുത്ത് അടുപ്പിച്ചിരുത്തിയിട്ട് ഞാൻ ചോദിച്ചു, മോനെ നീ കല്യാണം കഴിച്ചിട്ടുണ്ട്? ഉണ്ട്, 3 മാസമായി. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, മോൻ കളവ് പറയുന്നില്ല, നീ സത്യം പറയും. മോനെ നീ കല്യാണം കഴിക്കുന്നത് വരെ നിന്റെ ഉമ്മ മോശമാണെന്ന് നിന്നെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സത്യം പറയണം. അപ്പൊ ആ കുട്ടി എന്നോട്, ഇല്ല ഉസ്താദ്, ഇല്ല, ഞാൻ കല്യാണം കഴിക്കുന്നത് വരെ എന്റെ ഉമ്മ മോശം തോന്നിയിട്ടില്ല. എടോ, നീ കല്യാണം കഴിച്ച് 3 മാസമായിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നിന്റെ ഉമ്മ മോശമാണെന്ന് തോന്നിയില്ലേ? എടോ മോനെ, പാവമല്ലേ നിന്റെ ഉമ്മ? ചില കുട്ടികൾ അങ്ങനെയാണ്. നിങ്ങളുടെ അങ്ങനെയുണ്ടോ എനിക്കറിയില്ല. കല്യാണം കഴിച്ചാൽ പിന്നെ ഉമ്മ മറ്റൊരു വശത്ത്, അല്ലോ ഭാര്യ ഒന്നാം സ്ഥാനത്ത്. അബൂജഹലിനെ പോലെ ശാപത്തിനുടമകളെന്ന ദീൻ പഠിപ്പിച്ചത്. പക്ഷേ ഞാനിത് പറയുമ്പോൾ എന്റെ ജ്യേഷ്ഠാനുജന്മാരെ ഞാൻ ഈ വാഴ നിർത്തുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ടൊന്ന് ചടി. ഉമ്മ ഉപ്പ അവർക്ക് എത്ര മാത്രമുണ്ടോ? ഇപ്പുറത്ത് മുഹമ്മദ് മുസ്തഫ ചൊല്ലണേ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ മുസ്ലിയാരുടെ പ്രസംഗം കേട്ട് നിങ്ങൾ ആരും വീട്ടിൽ ചെന്നിട്ട് ഭാര്യക്കുള്ള ജീവിതം മുടക്കരുത്. ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചു, നിങ്ങൾ പോയിട്ട് ആ പെണ്ണിന്റെ മലപ്പുറം ഭാഷ പറയും കഞ്ഞി മുടക്കരുത്. ഇവിടുത്തെ ഭാഷക്കൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ടാവും. ഞാൻ കൊല്ലത്ത് വാതിന് പോയിരുന്നു. അപ്പോ അവിടെ പ്രായം ചെന്ന ഈ പ്രായത്തിലെ കാരണവര് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, മൂപ്പര് ഉറങ്ങുന്നുണ്ടായിരുന്നു, അയാളിളകില്ലേ? അപ്പൊ അവിടെ മൂപ്പര് നിറ തെങ്ങിരുന്ന പറഞ്ഞ പേരാണ്. എനിക്കതറിയില്ല. ഞാൻ പറഞ്ഞു, പാപ്പ എന്റെ ഉപ്പയേക്കാളും പ്രായം എനിക്ക് പൊരുത്തപ്പെട്ടായിരുന്നു. ഒരു രാജ്യത്തെ ഒരു ശൈലിയല്ലേ, ഓരോ ഭാഗത്ത് ഓരോ ശൈലി. അപ്പോ ഞാൻ പറയാ, ഞാൻ ഏതോ രാജ്യത്ത് കിടക്കുന്ന ഒരുത്തനാണ്. ഞാൻ ഈ മക്കൾ, ഇവിടെയുള്ള ഉസ്താദുമാർ, അനുജന്മാരുള്ള മഹബത്ത് കൊണ്ട് ഞാൻ വന്നവനാണ്. ഞാൻ നിങ്ങളോടുമുള്ള മഹബത്ത് കൊണ്ട്, ഈ സ്ഥാപനത്തോടുള്ള മഹബത്ത് കൊണ്ട് വന്നവനാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഭാഷയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം. ഞാൻ മുമ്പ് ഒരിക്കൽ മംഗലാപുരം ഭാഗത്തൊരു വാതിന്. അപ്പൊ അവിടെ ഞാൻ ദുആ ചെയ്ത എന്റെ ഉമ്മമാരെ പ്രസവിക്കാനെടുത്ത ഭാര്യമാർക്കൊക്കെ സുഖപ്രസവം കൊടുക്കല്ല. എല്ലാരും ചിരിക്കുന്നു. ഞാൻ ഇവിടെ ദ്വാരക്കും മംഗളി ചിരിച്ച അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുന്ന ഉസ്താദിനോട് ചിന്ത, ഉസ്താദ് എല്ലാവരും ചിരിക്കുന്നു. ഇവിടെ ഭാര്യ എന്ന് പറഞ്ഞ നാടിന്റെ പേരാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഭാര്യക്ക് എന്ത് പറയും? ഇവിടെ പെരിച്ചായി എന്ന് പറയാ. അപ്പൊ ഞാൻ അങ്ങ് ദ്വാരം നിർത്തില്ല, പടച്ചവരെ പെരിച്ചായികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ്. 10 പെരിച്ചായ കുടിച്ച് നമ്മുടെ നാട്ടിൽ വിളിക്കാൻ പറ്റുമോ? അപ്പൊ ഒരു സഹോദരൻ, ഒരു കാനൂര് പറഞ്ഞു, പെരിച്ചായല്ല ഉസ്താദെ, പെഞ്ഞായാണ്, എല്ലാം കണക്കാണ്. എന്നാൽ ഇവിടെ വേറെ ചില ഭാഷകളുണ്ട്. എനിക്കറിയാം, ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ചില ഭാഷകൾ. ഞാൻ ഇപ്പൊ പറയുന്നില്ല, ഓരോ നാട്ടിലും ഭാഷ. എന്റെ പ്രസംഗത്തിന് ശൈലി നിങ്ങൾക്ക് പൊരുത്തപ്പെടണം. ചിലപ്പോ അത് ഒരിക്കലും ഒരു വിഷമോ വെറുപ്പിക്കാനല്ല, ശൈലിയാ നിങ്ങൾ പൊരുത്തപ്പെടണം. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ കുറിച്ച് എത്ര കണ്ടു റസൂലുള്ളാഹി പറഞ്ഞു. നേരെ ഇപ്പുറത്ത് എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, നമ്മുടെ ഭാര്യമാരെ കുറിച്ചും റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ടവരെ ഇരുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നത്, അല്ലാഹു തആല ഉപ്പാപ്പക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. 7 മണിക്ക് പോണം, 4 മണിക്ക് മലബാറിൽ ഒരു വീട് ഇരിക്കലും ഞാൻ പിടിച്ചു നിർത്തിയതാണ്. നിങ്ങൾക്ക് കൊണ്ട് പിടിച്ചു നിർത്തിയാട്ടാ. നിങ്ങൾ ദ്വാരം നോക്കാം, ആഫിയത്തിന് നല്ല ഉമ്മമാരൊക്കെ ദ്വാരക്കണം. ഞാൻ പറയുന്നത്, മാതാപിതാക്കൾ അവർക്ക് നോക്കുന്നു. എത്ര കണ്ട് അവരുടെ മഹത്വം പറഞ്ഞോ. നേരെ ഇപ്പുറത്ത് ത്വാഹാ റസൂലുള്ളാഹി ചൊല്ലണേ, ത്വാഹാ റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞു, ഭാര്യമാർക്കുള്ള പദവി. ഭാര്യമാരെന്ന് പറയുന്നത് ഈ സ്ത്രീകൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനൊരു 10 മിനിറ്റ് ഭാര്യമാരുടെ മഹത്വം പറഞ്ഞു. ഇന്നത്തെ കാലം എങ്ങനെയാണ്?
ഇവർ ഉള്ളത് കൊണ്ട് പറഞ്ഞ ചിലപ്പങ്ങള് ഞങ്ങളിപ്പോ ഇവിടുന്ന് പോകും. നേരം വെളുത്ത കേട്ടില്ലേ കണ്ടില്ലേ കേട്ടില്ലേ നിങ്ങൾ കുടുങ്ങും ചെയ്യും. അപ്പൊ അത് വിഷമുണ്ട്, എന്നാലും പറയാതിരിക്കാൻ വയ്യ. രണ്ട് വാക്കിൽ ഞാൻ ഒതുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, മാഷാ അല്ലാഹ്, ഭാര്യമാരെ തല്ലിക്കൊല്ലുന്നവരുണ്ട്, ഭാര്യമാരെ അടിക്കുന്നവരുണ്ട്, ചീത്ത പറയുന്നവരുണ്ട്. മുസ്ലിമീങ്ങളെ ഒരു ബറക്കത്തും തരില്ലെന്ന ദീൻ പഠിപ്പിച്ചത്. നമ്മുടെ ഭാര്യ നമ്മുടെ മക്കളുടെ ഉമ്മയാണ് അല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉമ്മയല്ലേ. ആ ഉമ്മയായ നമ്മുടെ ഭാര്യമാരുടെ മനസ്സ് പൊട്ടി വേദനിപ്പിക്കരുത്. ചില ആളുകളൊക്കെ പള്ളിയിൽ വന്ന നല്ല മനുഷ്യന്മാരാണ്, റോട്ടിലൂടെ നടക്കണേ എന്ത് നല്ല മാന്യെന്നറിയോ, വീട്ടിൽ ഭാര്യയുടെ അരികിലെത്താൻ നരി. ഞങ്ങളുടെ രാജ്യത്തൊക്കെ ചില ആളുകൾ നരി, ഞങ്ങളുടെ നാട്ടിൽ എന്താ സ്ഥിതി? ചില നാടുകളൊക്കെ ഭാര്യമാരെ തല്ലിക്കൊല്ലുന്നവരുണ്ട്. അല്ലാഹു തആല കാക്കട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞാലേ ഹബീബികളെ, അല്ലാഹു തആല കാക്കട്ടെ. ഇവിടെ തല്ലുന്നവരുണ്ട്, നിങ്ങൾ തല്ലില്ല, ഇങ്ങോട്ട് കിട്ടലുണ്ട്. ഞാൻ കണ്ണൂർ ഭാഗത്ത് ഒരു വാതിന് പോയി. ഞാൻ ചോദിച്ചു, പുരുഷന്മാര് അങ്ങോട്ട് അടിക്കല് അതോ സ്ത്രീകൾ ഇങ്ങോട്ട് അടിക്കല്? അവർ കാരണം ഒരു ഉസ്താദെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടാ കൂടുതൽ കിട്ടല്. സംഭവം ഈ ഇരിക്കുന്നവര് സുബ്ഹാനല്ലാഹ് ഇരിക്കുന്നോക്കണ്ട, തല്ലുന്നവരുണ്ട്. എന്നെ വാതിൽ ക്ഷണിച്ചൊരു മനുഷ്യൻ, ഞാനൊരു സ്ഥലത്ത് ഒരു പ്രാവശ്യം അവിടെ വാതിന് പോയി. ആ വ്യക്തിയെ കാണുന്നില്ല. എങ്ങനെ ഉണ്ടാവും? ഇവിടെ വന്ന് എന്റെ മക്കളെ എന്റെ കൂട്ടുകാരെ കണ്ടില്ലെങ്കിൽ കൽബൂട്ടല്ലേ. ഞാൻ ചോദിച്ചു, എവിടെ ഫിലാൻ ചോദിച്ചു. അപ്പൊ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ. അപ്പൊ വീട്ടുകാർ പറഞ്ഞു, ഉസ്താദെ മൂക്ക് പൊട്ടി ആശുപത്രി കിടക്കുക. ഞാൻ മൂക്ക് എങ്ങനെ പൊട്ടിയത്? അയാളെ പെണ്ണുങ്ങൾ അടിച്ചിട്ട് പൊട്ടിയതാണ്. അല്ലോ, ഞാൻ രണ്ട് കുട്ടികളെ വിട്ടു, മക്കളെ നിങ്ങൾ പോയിട്ട് ആ താത്തയോട് ചോദിക്കോ. ഇവിടെ താത്ത എന്ന് പറഞ്ഞാൽ ആ സഹോദരന്റെ അർത്ഥത്തിലാണ്. ഇവിടെ താത്ത പറയും. അപ്പൊ താത്തയോട് പോയി ചോദിക്കോ, നിങ്ങളെ ഭർത്താവിനെ എന്തിനാ അടിച്ചു ചോദിക്കും. ഈ കുട്ടികളല്ലേ, അവർക്ക് ആകാശം ഭൂമി വേറൊന്നുമില്ലല്ലോ. അവർ ഓടിച്ചെന്നിട്ട് താത്ത ഇത്താത്ത നിങ്ങളെ മാപ്പിള എന്തിനാ അടിച്ചു എന്നാ വാതിനൊന്ന് ചോദിക്കണേ. എന്താണ് ഇത്താത്ത പറഞ്ഞറിയോ? മക്കളെ കൂർക്കമ്പരി കുറച്ച് ഓവറാ, സഹി കെട്ടപ്പൊന്ന് കൊടുത്തു. ഈ ജാതിയുടെ നമ്പാൻ പറ്റുമോ? നിങ്ങൾക്ക് മനസ്സിലായോ? കൂർക്കമ്പരി മനസ്സിലായില്ലേ? എന്താ മോനെ ചോട്ടക്കുട്ടികൾ നിങ്ങൾക്ക് മനസ്സിലായോ കൂർക്കമ്പരി? അപ്പൊ കൂർക്കമ്പരി ഓവറായപ്പോ ഈ പത്തിരി മറ്റേ ചട്ട കണ്ടല്ലോ, അതെടുത്ത് കൊടുത്തു. ഈ ജാതികളെ നമ്പിട്ട് എങ്ങനെ കടന്നു? നിങ്ങൾ അല്ലോ, ഞാൻ പറയുന്നത് അപ്പൊ ഭർത്താക്കന്മാരെ തല്ലുന്നവരും പെരുകുന്നുണ്ട്. നിങ്ങളിവിടെ ഒന്ന് മൂടിയ ബീവികളെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഭാര്യ നിങ്ങൾ ആരെങ്കിലും അടിച്ചവരുണ്ട്. അല്ലാഹ് കാക്കട്ടെ. നിങ്ങൾ ആമ്യം പൊന്നില്ലട്ടാ, അല്ലാഹു തആല കാക്കട്ടെ. ഈ ജാതികൾ അടിച്ചാ പിന്നെ പള്ളിക്കാട്ട് പോയി കിടക്കല്ല. നിങ്ങൾ പറയും പിന്നെ ഉറക്കാമി പറഞ്ഞേ. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഭാര്യമാരെ തല്ലിക്കൊടുന്ന കുറെ പുരുഷന്മാരുണ്ട്, പാവങ്ങളാണ്. ഞാൻ ഉപ്പാപ്പ ഇരുത്തിയിട്ട് പറയട്ടെ, എന്റെ ജട്ടാനുജന്മാരെ, പച്ച പാവങ്ങളാണ് നമ്മുടെ ഭാര്യമാർ. എന്തു പറഞ്ഞാലും നമ്മുടെ കുട്ടികളുടെ ഉമ്മല്ലേ അത്? ദീന് ചോദിക്കുക, നമ്മുടെ മക്കളുടെ ഉമ്മല്ലേ അത്? പാവമാണ്, സാധുവാണ്. ഒരു ദിവസമെങ്ങാനും എന്റെ ജ്യേഷ്ഠാനുജന്മാരെ റസൂലുള്ളാഹിന്റെ പേരക്കിടാവ് മുവഫഖായ ആ പേരക്കിടാവരെ ഇരുത്തിയിട്ട് ബഹുമാനപ്പെട്ട ഫൈസ് ഉസ്താദിനും ഇരുത്തി, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ദിവസമെങ്ങാനും നമുക്ക് പച്ചയിൽ പറയാം, നിങ്ങൾക്ക് വല്ല വിഷമത്തുണ്ടോ? ഞാൻ പറഞ്ഞാൽ നമുക്ക് വല്ല വിഷമത്തുണ്ടോ? ഇതിൽ തല്ലുന്ന മനുഷ്യന്മാരുണ്ടെന്ന് ചില മുഖത്തേക്ക് നോക്കുമ്പോ അങ്ങനെ തോന്നിപ്പോ. അല്ലാഹ് കാക്കട്ടെ. ഒന്ന് ആമ്യം പറഞ്ഞാളി. അടിക്കുന്നവർ എനിക്ക് തോന്നുന്നു നിങ്ങളെ കണ്ട അടിക്കുന്നുണ്ട്, നിങ്ങളെ കണ്ടതിന് തോന്നിപ്പോകും. അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. അടിക്കാനല്ലട്ടാ, ആഫിയത്ത് തരട്ടെ. ഞാൻ പറയുന്നത്, മാഷാ അല്ലാഹ്, ഭാര്യമാരെ തല്ലിക്കൊല്ല എന്ന് പറയുമ്പോ ഒരൊറ്റ ദിവസം ഈ വഅദ് പറയുന്നവരെങ്ങാനും ഒരു ദിവസം കടന്നാൽ അല്ലാഹു തആല കാക്കട്ടെ, ഒരു ദിവസം അങ്ങ് കിടന്നാൽ നമ്മുടെ ഭാര്യ ആരാണെന്ന് ശരിക്കും തിരിയും. എന്റെ കുട്ടികളെ, കല്യാണം കഴിച്ച എന്റെ അനുജന്മാരെ, നമ്മുടെ ഭാര്യ ആരാണെന്ന് ശരിക്കും അങ്ങ് തിരിയും. പാവമാണ്. ഞാനതിനായത്തോതണ്ട, തമാശയല്ല, ഹഖാണിത്. ഒരൊറ്റ ദിവസം ഒന്ന് കിടന്നോക്കട്ടെ, നമ്മുടെ ഭാര്യമാർ ആരാണെന്ന് ശരിക്കും അങ്ങ് തിരിയും. പാവങ്ങളാണ്, സാധുക്കളാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്റെ പ്രസ്ഥാന കുടുംബത്തിൽ ഒരു അനുജൻ ബൈക്കപകടത്തിൽപ്പെട്ടു. ഞാൻ അവനെ കാണാൻ വേണ്ടി പോയി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാഴ്ച നേത്രത്വത്തെ ഇരുത്തി പറയുന്നു, ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടൊരു കാഴ്ച. നിങ്ങൾക്ക് ഉറങ്ങു വരുന്നില്ലല്ലോ? ഉറങ്ങല്ലേട്ടാ, അത് കേട്ടിട്ട് ഇതൊന്ന് കേൾക്കും നിങ്ങൾ. ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ട ഒരു കാഴ്ചയാണ്. മാഷാ അല്ലാഹ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുട്ടികൾ പറക്കുന്നത് കാണാം. ഒരു ബൈക്കിൽ 3ഉം 2ഉം 4ഉം മക്കളൊക്കെ കൂടി, മോനെ നീ പറക്കുമ്പോ തെറിച്ചു വീണാൽ
പിന്നെ ആരും ഉണ്ടാവില്ലടോ. പിന്നെ നിന്റെ ഉമ്മ പാവമാണ്, ആ ഉമ്മ വന്നിട്ട് പൊട്ടിക്കരയാനുണ്ടാവും. അതുകൊണ്ട് എന്റെ മക്കളെ, അല്ലാഹു തആല ബൈക്കിലൂടെ പറക്കുന്ന അനുജന്മാർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ, അപകടങ്ങളെ തൊട്ട് അല്ലാഹു തആല കാക്കട്ടെ. 40 വയസ്സ് വരുമ്പോൾ പക്വത വരുള്ളൂ, അതിന് മുമ്പ് വലിയ പക്വതകളും വരില്ല, പായും. അല്ലാഹു ഈ മക്കൾക്കൊക്കെ ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. പല രൂപത്തിലാണ്, പല ശൈലിയിലും. മലപ്പുറത്ത് ഒരു പ്രസംഗത്തിന് പോകുന്നു, ജുമാക്കൊരു പള്ളിയിൽ. അപ്പോ ഒന്നെടുക്കാൻ വേണ്ടി ഹൗദിന്റെ അരികിൽ ചെന്നു. എന്റെ ഉപ്പയേക്കാളും പ്രായമുള്ള ഒരു ഉപ്പ. ആ ഉപ്പ അല്ലോ അല്ലോ അല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഉപ്പയോട് എന്താ ആചാര്യ? അപ്പൊ ഉപ്പനോട് പറയാ, നോക്കി മൊയ്ലിയരെ, മലപ്പുറം ഭാഷേട്ടാ, നോക്കി മൊയ്ലിയരെ, ആ കുട്ടിന്റെ പേണ്ടതാ പറ്റ കീഞ്ഞിക്കണേ. മലപ്പുറം ഭാഷ നോക്കുമ്പോ കീഞ്ഞു നല്ല പോയി ഒരു വടിമ തട്ടിങ്ങ് നിൽക്കുന്നുണ്ട്. ആ വടി മുറിക്കാൻ പറ്റിയ വടിയല്ല, ആ വടി മുറിക്കാൻ പറ്റിയ വടിയല്ല. അപ്പോ അവൻ ബെൽറ്റ് ധരിച്ചിട്ടുണ്ട്, അത് വടിയുടെ അപ്പുറത്ത് പോയിട്ട്. അവൻ ഞാൻ പറഞ്ഞു, ഉപ്പ അത് ഇപ്പോഴത്തെ ഒരു ഫാഷനാണ്, ഈ വലിയുപ്പ മലപ്പുറത്ത് ഉപ്പ ഫാഷനാ, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി നിസ്കരിച്ചോളൂ ഉപ്പ. ആ ഉപ്പ മെല്ലെ പോയി അകത്തെ പള്ളി എത്തിയപ്പോഴേക്ക് കുട്ടി അകത്തെ പള്ളിയിലെത്തി സുജൂദിൽ വീണിട്ടുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ ഉപ്പ രണ്ട് കൈ തലയിൽ വെച്ച് ബദരീങ്ങളെ. അപ്പൊ എന്റെ നോക്കുമ്പോ ഈ കുട്ടി സുജൂദിൽ പോയിട്ടുണ്ട്. കുട്ടിയുടെ ഞാൻ പറയുന്നല്ല, ആഫ്രിക്കൻ നാടൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു ലോകം സുബ്ഹാനല്ലാഹ്, കോട്ടയം ജില്ലയിൽ ആ മുസീബത്തൊന്നും എത്തിയിട്ടില്ല. ഞങ്ങളുടെ നാടുകളൊക്കെ സുലഭമാണ്. ഏതായാലാവട്ടെ, ഞാൻ പറയുന്നത് ഒരു കുട്ടി ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഞാൻ അവനെ കാണാൻ വേണ്ടി പോയി. അവന് വലിയ പരിക്കൊന്നുമില്ല. സഹോദരങ്ങളെ, ഞാൻ അവനെ കണ്ടിട്ട് എന്റെ കൂടെ 3-4 ഉസ്താദുമാരുണ്ട്. ഒരു ഉസ്താദ് ഭാര്യയെ നല്ല തല്ലുന്ന ഉസ്താദ്. ഈ ഉസ്താദുമാരെ കൂട്ടത്തിൽ നല്ല തല്ലുന്നവരൊക്കെ ഭാര്യമാരെ തല്ലുന്ന ഇരിക്കുന്ന കണ്ട ഇവിടെ എന്റെ അറിവിലുണ്ട്. ഭാര്യമാരെ തല്ലുന്ന തലവേദന എന്നൊക്കെ പറഞ്ഞിട്ട് അടി കൊടുക്കുന്നൊക്കെ ഭാര്യക്ക്. അങ്ങനത്തെ തലവേദന കണ്ടുവിടെ. ഞാൻ പറയുന്നത്, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു ഉസ്താദ് നല്ല തല്ലുന്ന ഉസ്താദ്. അപ്പോ നല്ല തല്ലുന്ന ഒരു ഉസ്താദ്. അപ്പൊ ഒരു മനുഷ്യനെ, സഹോദരങ്ങളെ, ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടൊരു കാഴ്ച. ഞാൻ ഇവരെ ഇരുത്തി എന്റെ ജ്യേഷ്ഠ സഹോദരങ്ങളോട് പറയട്ടെ, ഈ ഒരു മനുഷ്യൻ കമ്പിക്കൂട്ടിൽ കിടക്കുന്ന, അഥവാ ബസിന്റെ ടയറിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് പച്ചയിൽ പറഞ്ഞാൽ 2 കുട ചമ്മന്തിയായിട്ടുണ്ട്. അല്ലാഹു തആല നമ്മൾക്ക് അപകടങ്ങൾ തൊട്ട് കാക്കുമാറാവട്ടെ. ഉപ്പാപ്പടക്കമുള്ള ഉസ്താദ് അടക്കമുള്ള നേതൃത്വങ്ങൾ യാത്രക്കാരാണ്. പടച്ചവനെ, അപകടങ്ങൾ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, ആ മനുഷ്യൻ വേദന കൊണ്ട് പുളകി മറിയുമ്പോ അയാളുടെ ഭാര്യ കേൾക്കണം കേട്ടാ, ഈ മനുഷ്യൻ വേദന കൊണ്ട് പിടയുമ്പോ അയാളുടെ ഭാര്യ തലഭാഗത്തിരുന്ന് അയാളുടെ മുഖം ഇങ്ങനെ തടവി കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഞാനും ഒരു ചെറിയ ചൂടനായിരുന്നു. ആ കാഴ്ച കണ്ടത് മുതൽ എന്റെ ജീവിതത്തിൽ ഞാൻ നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ ഹക്കാണ് പറയുന്നത്, പാപ്പ ഇരുത്തിയിട്ടല്ല, ഞാൻ ഹക്കാണ് പറയുന്നത്. ഈ പെൺകുട്ടി ഇങ്ങനെ മുഖം തടവി കൊടുക്കുന്നു കേട്ടാ, അത് പറയലല്ല എന്റെ ലക്ഷ്യം. ആ മനുഷ്യനങ്ങ് കാഷ്ടിച്ചപ്പോ ഈ പെണ്ണ് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറെടുത്തില്ല, പേപ്പറിന്റെ ഒരു തുണ്ടെടുത്തില്ല, സ്വന്തം കൈപ്പട കൊണ്ട് അറപ്പില്ല, വെറുപ്പില്ല. സ്വന്തം ഭർത്താവിന്റെ ആ കാഷ്ടം കൈപ്പട കൊണ്ട് ഇങ്ങനെ വടിക്കുന്നത് കണ്ടു. മുസ്ലിമീങ്ങളെ കണ്ടു, ഈ വിനീതൻ കണ്ടു. ആ പെണ്ണിങ്ങനെ കാഷ്ടം ഇങ്ങനെ വടിച്ചെടുത്ത് ബാത്റൂമിലേക്ക് പോയി. ഒരു ബക്കറ്റ് വെള്ളമായിട്ട് വരും. ഒരു കൈ കൊണ്ട് ഒഴിക്കുന്നു, രണ്ടാമത്തെ കൈ കൊണ്ട് ഈ പെണ്ണ് ഭർത്താവിന്റെ ഗുഹ്യഭാഗം, ചെറിയ കുട്ടികളുടെ ഗുഹ്യഭാഗം കഴുകി കൊടുക്കുന്നത് പോലെ ഈ പെണ്ണ് വെള്ളങ്ങൾ ഒഴിച്ച് കഴുകുമ്പോ മുസ്ലിമീങ്ങളെ, ആ പാവപ്പെട്ട മനുഷ്യനങ്ങ് പൊട്ടിക്കരഞ്ഞു, പരിസരം മറന്നു കരഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഞാൻ എല്ലാവർക്കും ഭാരയല്ലേ, നിനക്കും മക്കൾക്കും ഞാനിപ്പോ ഒരു ഭാരയല്ലേ? ആ പെണ്ണ് ആ സാധു മനുഷ്യന്റെ കവിൾത്തടം അങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, ഞാനുണ്ട്, കരയണ്ട, ഞാൻ നിങ്ങളെ പൊന്നുപോലെ നോക്കും, കരയണ്ട. ഞാനൊന്ന് ചോദിക്കട്ടെ, പാവമാണ് നമ്മുടെ ഭാര്യ, സാധുവാണ് നമ്മുടെ ഭാര്യ. ഞാൻ എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, ഒരു ദിവസം അങ്ങ് കടന്നാൽ നമ്മുടെ ഭാര്യ ആരാണെന്ന് ശരിക്കും തിരിയും. പാവങ്ങളാണ്. ഞാൻ എന്തോ അവരെ കുറിച്ച് തമാശ പറഞ്ഞോട്ടെ, സാധുക്കളാണ്. മുസൽമാൻ നമ്മുടെ ഭാര്യമാർക്ക് എത്ര സന്തോഷം കൊടുക്കുന്നുണ്ടോ, നമ്മുടെ ധനത്തിൽ നീട്ടുന്ന കരങ്ങൾക്കെല്ലാം നല്ല ബർക്കത്ത് തരും, നീട്ടിത്തരും.
ക്യാൻസറിനെ പോലെയുള്ള പല രോഗങ്ങളിൽ നിന്നും ഭാര്യമാർക്ക് സന്തോഷം കൊടുക്കുന്നവരെ അല്ലാഹു തആല രക്ഷപ്പെടുത്തും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. സാധുക്കളാണ്, പാവങ്ങളാണ്. ഈ മുസ്ലിയാരുടെ പ്രഭാഷണം കേട്ടിട്ട് ആ പാവങ്ങളുടെ ജീവിതം മുടക്കരുത്. ഭാര്യമാർ മാതാപിതാക്കളെ കുറിച്ച് എന്ത് പറഞ്ഞു? ഏറെ അപ്പുറത്ത് ഞങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണത്. 25 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം തൊട്ടുകിടക്കാൻ ഭാഗ്യം ലഭിച്ചു പോയ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, കേൾക്കണം സഹോദരങ്ങളെ, ആ ഖദീജ ബീവി ലോകത്തോട് വിട പറയുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടില്ല. ചില ആളുകളൊക്കെ യുക്തിവാദികളൊക്കെ പറയാറുണ്ട്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് 25 വയസ്സ് പ്രായമുള്ളപ്പോൾ 40 വയസ്സുള്ള ഖദീജ ബീവിയെ കല്യാണം കഴിച്ച റസൂലുള്ളാഹ് ആ ഖദീജ ഉമ്മ വിടവാങ്ങാൻ പോകുമ്പോൾ 50 വയസ്സാണ് നബി തങ്ങൾക്ക്. അതുവരെ അല്ലാഹുവിന്റെ ഹബീബ് രണ്ടാമത്തെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടില്ല. ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷമാണ് ആയിഷ ബീവി അടക്കമുള്ളവരൊക്കെ കല്യാണം കഴിച്ചത്. എന്നാൽ തന്നെ വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നത് കണ്ടാൽ ഖദീജ ആയിഷ ബീവി കരയും. റസൂലുള്ളാഹ് കരയും. ആയിഷ ബീവി തുള്ളി വെള്ളം കൊടുത്താൽ റസൂലുള്ളാഹ് കരയും. ഒരിക്കൽ ആയിഷ ബീവി ചോദിച്ചു, നബിയേ, ഖദീജയുടെ അത്ര പരിചയം എനിക്കില്ലല്ലോ, ഞാൻ ചായ തന്നാലും വെള്ളം തന്നാലും ഒക്കെ കരയുന്നു, എന്ത് പറ്റി നബിയേ? എന്റെ ആയിഷ 25 കൊല്ലം എനിക്ക് ഭക്ഷണം തന്ന എന്റെ ഖദീജ, ആ ഖദീജ നിങ്ങളൊരു തുള്ളി വെള്ളവുമായി വരുമ്പോ എന്റെ ഖദീജയുടെ കണ്ണിലങ്ങ് പതിയും, അറിയാതെ കരഞ്ഞു പോകുന്നു ആയിഷ. ആയിഷ ബീവി ദേഷ്യം പിടിച്ചില്ലേ? ഈ കൂട്ടത്തിൽ ഇവിടെ ആരെങ്കിലും 2 കല്യാണം കഴിച്ചിട്ടുണ്ടോ? കെട്ടണം ആഗ്രഹമുണ്ടോ? കെട്ടരുതട്ടാ, പണിക്ക് പോകരുത്. ഇത്ര ആ പണിക്ക് നിങ്ങൾ പോകരുത്. 2 കല്യാണം കഴിച്ചവരോട് ഞാൻ പറയാ, ജന്മനാ ഒരു പെണ്ണിന്റെ മറ്റൊരു പെണ്ണിനോട് പറയരുത്. പറഞ്ഞാ ദുനിയാവും പോയി ആഖിറവും പോയി. 2 കല്യാണം കഴിക്കാത്തവരോട് ഞാൻ പറയാ, ജ്യേഷ്ഠാനുജ സഹോദരങ്ങളെ പണിക്ക് പോകരുത്. ഇത്ര നരകീയ ജീവിതം 2 കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവരോട് ഞാൻ പറയാം, ആ പഠിക്കുന്നവരിങ്ങ നിങ്ങൾ ആ പഠിക്കും ഒരുങ്ങരുത്. ഇത്ര ദുനിയാവില്ല. ചില ആളുകൾ ചില ധാരണകളൊക്കെ ഉണ്ട്. അത് കെട്ടിയാ കുഴപ്പമില്ല, കെട്ടിയാ കുഴപ്പമില്ല, ആ വഴിക്ക് പോകണ്ട സഹോദരങ്ങളെ. ഏതാനാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ 25 കൊല്ലത്തെ ജീവിതത്തിൽ ലോകത്തോട് വിട പറയുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി ചൊല്ലടേ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കി കണ്ണീരൊടുക്കി. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഈ സാധുവായ പാവപ്പെട്ടവന്റെ അരികിൽ എന്തെങ്കിലും ഖദീജ എന്തിനാ അവിടുന്ന് കരയുന്നു? അവിടുന്ന് ജനിക്കുമ്പോൾ സമ്പന്നയായിരുന്നു, മരിക്കുമ്പോൾ ദരിദ്രയായതിന്റെ പേരിലാണോ? അല്ല നബിയേ, 25 കൊല്ലം അവിടുത്തെ ശരീരം തൊട്ടുകിടക്കാൻ അല്ലാഹു തആല ഭാഗ്യം തന്നു. എനിക്ക് അവിടത്തേക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും എന്റെ അരികിൽ സംഭവിച്ചിട്ടുണ്ടോ? പൊരുത്തപ്പെട്ട് തരണേ നബിയേ, ചൊല്ലടേ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങൾ അങ്ങോട്ട് പറഞ്ഞു, ലാ യാ ഖദീജ, ഇല്ല ഖദീജ, ഇല്ല. 25 കൊല്ലത്തെ ജീവിതത്തിൽ എന്റെ അരികിൽ നിന്ന് നിങ്ങൾക്ക് വല്ല വിഷമം ഉണ്ടാക്കുന്നത് സംഭവിച്ചിട്ടുണ്ടോ? പൊരുത്തപ്പെട്ടു തരണം. മുസ്ലിമീങ്ങളെ, ദുനിയാവിലെ സ്വർഗീയ ജീവിതം കേൾക്കണോ? ഭൂമിയിൽ ഒരു സ്വർഗീയ ജീവിതം കാണണോ? ഭാര്യക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും വല്ലാത്ത സന്തോഷങ്ങളെ, വലിയ സ്നേഹമുണ്ട്, നല്ല സ്നേഹമാണ്, സന്തോഷമാണ്. ഭർത്താവിന് ജീവന്റെ ജീവനാണ് ഭാര്യ, ഭാര്യക്ക് അതിലേറെ ജീവനാണ് ഭർത്താവ്. അൽഹംദുലില്ലാഹ്, ദുനിയാവ മനുഷ്യന് സ്വർഗീയ ജീവിതം സ്വർഗമാണെന്ന് മഹത്തുക്കൾ വിവരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തെങ്കിലൊക്കെ കടുപ്പുണ്ടെങ്കിൽ ഇന്ന് വാല് കഴിഞ്ഞു പോയിട്ട് ഇടോ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, നിങ്ങളെ ഭാര്യയോടോ, ഞാനൊരു പാവാണ് ട്ടാ, നിന്നെ കുറെ വേദനിപ്പിച്ചത്, നീ പൊരുത്തപ്പെടണട്ടാ, മാഷറിലേക്ക് നിൽക്കുമെന്ന് പറഞ്ഞു നോക്കി. ആ പെണ്ണ് കണ്ണീരൊടുക്കും, പറയും ഒരു വിഷമമില്ല,
സാധുവായിട്ട് വിഷമമില്ല, പാവങ്ങളാണ്. സ്ത്രീകളുടെ മനസ്സാണ്. സ്ത്രീകളുടെ ഹൃദയത്തിന്റെ മഹബത്തിന്റെ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. പാവങ്ങളാണ്. നോക്കി, നിങ്ങളൊരു മനുഷ്യൻ തല്ലിക്കൊല്ലുന്ന അബ്ദുറഹ്മാൻ എന്നൊരു മനുഷ്യൻ സ്വന്തം ഭാര്യയെ തല്ലിക്കൊല്ലുന്ന കണ്ടു ഒരു മഹാൻ. അവസാനം അടിച്ചടിച്ചടിച്ച് ക്ഷീണിച്ചപ്പോ ആ മനുഷ്യൻ അടി നിർത്തി ചോരക്കുഞ്ഞിനെയും പിടിച്ച് വരാന്തിയിൽ ചെന്നു. അവര് മഹാൻ ചോദിച്ചു, ആരാണടാ മൻഹിയ? ഈ പെൺകുട്ടി ആരാ? എന്റെ ചെറിയ മോളാ. അപ്പോ ആ മഹാൻ ചോദിച്ചു, മനുഷ്യ മോനെ, എടോ ഈ പെൺകുട്ടിയുടെ ഉമ്മയല്ലടാ, ആ ഉമ്മാനടാ നീ തല്ലിക്കൊല്ലിയത്, പോയാണ് ചോദിക്കടാ. അബ്ദുറഹ്മാൻ എന്ന മനുഷ്യൻ ഓടിയപ്പോ പെണ്ണ് വിറക്കുന്നു, വീണ്ടും അടിക്കാനാണെന്ന് വിചാരിച്ചിട്ട് ഓടിച്ചെന്ന് ഈ ഭർത്താവ് ആ പെണ്ണു ഭാര്യയെ അടച്ചു കൂട്ടിയിട്ട് ആ പെണ്ണിന്റെ കവിളത്ത് മുത്തം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാനൊരു പാവമാണ്, ദേഷ്യം വരുമ്പോ പലതും നിന്നെ ചെയ്തിട്ടുണ്ട്, നീ ആഹ്ലാദത്തിലേക്ക് നിർത്തി വെക്കുന്നുണ്ടോ? അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ അടിച്ചു കൊന്നാൽ എനിക്ക് വിഷമില്ല, ഈ മക്കളുടെ ഉമ്മയല്ലേ, എന്നെ ത്വലാഖ് ചെല്ലരുത്. സഹോദരങ്ങളെ, സാധുക്കളാൻ ഈ വേദിയിൽ വെച്ച് ജീവിതം ഒരു സന്തോഷത്തിന്റെ വഴി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. കൊടുക്കൂ നിങ്ങൾ ഭാര്യമാർക്ക് വല്ലാത്ത സ്നേഹം. ഭാര്യമാരുടെ എപ്പോഴും ചിരിയും കളിയും തമാശ. നസറത്ത് ബികുർ റഹ്മാൻ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെയാണ് ഇർഷാദിയ ബറക്കത്തുള്ള നമ്മുടെ നാട്ടിലെ ഒരു സ്ഥാപനം. ഞങ്ങളൊക്കെ സ്ഥാപനം നടത്തുന്നവരാണ്. ആ സ്ഥാപനം നടത്തുമ്പോ 10 കുട്ടികളെങ്ങാനും പടച്ചവരെ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന സഹായിച്ചവർക്ക് നീ ബറക്കത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ, ഉമ്മമാരെ 5 വഖത്ത് നിസ്കാരത്തിലും ഇർഷാദിയ അക്കാദമിക് എന്ന് പറയുന്ന നമ്മുടെ അഭിമാന കേന്ദ്രമായ ഈ സ്ഥാപനത്തിൽ വെച്ച് സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് പൊന്നുമക്കൾ നിങ്ങൾക്ക് ദുആ ചെയ്യുന്നുണ്ട്. പോകട്ടെ, അസ്മാഉൽ ബദ്ർ ചൊല്ലി നിങ്ങൾക്ക് ദുആ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, 5 വഖത്തിനും അത് നമ്മുടെ മക്കളെ കൊണ്ട്, സ്വന്തം കുട്ടികളെ കൊണ്ട് പോലും കിട്ടാത്തൊരു നേട്ടമാണിത്. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ സ്ഥാപനം ഞാനൊന്ന് തുറന്നു പറയട്ടെ എന്റെ ഉമ്മമാരോട്. നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൽ വഅജല്ലുഹുന്ന ജാബത്തുൽ ഔലാദി. അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന നിഅമത്തുകളിൽ ഏറ്റവും നല്ല അനുഗ്രഹമുള്ളത് വഅജല്ലുഹുന്ന ജാബത്തുൽ ഔലാദി. നമ്മുടെ മക്കളെ നമ്മുടേതായി ജീവിച്ചു മരിക്കലാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. കോട്ടയം ജില്ലയിലെ പിതാക്കൾ, മാതാക്കളെ, ഉമ്മമാർ, പിതാക്കളെ, കോട്ടയം ജില്ലയിലെ മാതാപിതാക്കളോടൊന്ന് വിളിച്ചു പറയട്ടെ, തഅബത്തിന്റെ കല്ല് പിടിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ഹാജിയാണെങ്കിലും സുബ്ഹി നിസ്കാരം കഴിഞ്ഞു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പെട്ടിക്കടയിൽ പോയി കയ്യിൽ ഒരു പത്രം കിട്ടി. ആ പത്രം അങ്ങ് വായിച്ചു നോക്കുമ്പോ 5 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കോട്ടയം ജില്ല ഇന്നാരിന്റെ വ്യക്തിയുടെ മകൾ അല്ലെങ്കിൽ ഇന്നാരിന്റെ വ്യക്തിയുടെ മോൻ എന്നെങ്ങാനും പേര് നമ്മുടെ മകന്റെ ഫോട്ടോ സഹിതം കണ്ടാൽ, കോട്ടയം ജില്ലയിലെ സഹോദരങ്ങളെ, എന്തൊരു പറ്റുമയൊക്കെ. നമ്മുടെ മകളെങ്ങാനും മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി, അടുത്ത ആഴ്ച അവളുടെ കല്യാണമാണ്, അവൾ ഈ ആഴ്ച ഇറങ്ങിപ്പോയി എന്ന് അല്ലാഹു തആല കാക്കട്ടെ. എന്തിനു പറ്റുമയൊക്കെ. അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന നിഅമത്ത്, അതിലേറ്റവും വലിയ നിഅമത്താണ് നമ്മുടെ പൊന്നുമക്കൾ. നമ്മുടേതായി ജീവിച്ചു മരിക്കുക. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅല്ലിമീൻ. അല്ലാഹു ദീൻ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് നീ പുറത്തു കൊടുക്കണേ, വ ബാരിക് ലഹും, നീ ബറക്കത്ത് ചെയ്യണേ, വ അത്തിൽ അമാറഹും, അവർക്ക് ആയുസ് കെട്ടി കൊടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നുവെങ്കിൽ ഞാനിതാ എന്റെ വകയായി ഒന്നും വായിക്കുന്നില്ല. ഒരൊറ്റ ഹദീസ് പാപ്പയിരുത്തിയിട്ട് ഞാൻ വായിച്ചുകൊണ്ട് ഈ വഅദ് നിർത്തുന്നു. ഫീ കുല്ലി യൗമിൻ വ ലൈലത്തിൽ അൽഫ് റഹ്മ. ഓരോ ദിവസവും ഖാലിഖായ അല്ലാഹു 1000 അനുഗ്രഹങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. 699 റഹ്മ, 999 റഹ്മത്തും ലിൽ ഉലമാ വ ത്വാലിബിൽ ഇൽമി.
ഇൽമു പഠിപ്പിക്കുന്ന ദീന പഠിക്കുന്ന ഈ കുഞ്ഞു മക്കൾ ഈ തലപ്പാ വെച്ച കുട്ടികൾക്ക് അല്ലാഹു റഹ്മത്ത് വല്ലാതെ കൊടുക്കും. വറഹ്മത്തുൽ വാഹിദ, ഒറ്റ റഹ്മത്ത് ലിസാനിന്നാസ്, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരു റഹ്മത്ത് കൊടുക്കും. നേരെ മറിച്ച് മുതഅല്ലിമീങ്ങൾ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് നോക്കൂ നിങ്ങൾ, യശ്ഫഉ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഒരു ദീന പഠിപ്പിക്കുന്ന കുട്ടി, ദീന പഠിപ്പിക്കുന്ന ഉസ്താദ് യശ്ഫഉ ഫീ ജീറാനിഹി വഇഖ്വാനിഹി വമൻ ഖളാ ലഹു ഹാജത്തൻ വാഹിദാ. നമ്മുടെ കോട്ടയം ജില്ലയിലെ ഈ കാണുന്ന പ്രദേശത്ത്, ഈ രാജ്യത്തുള്ള പരിസരത്തുള്ള ഉമ്മമാർ, സഹോദരങ്ങളെ, നമ്മുടെ മുണ്ടക്കയം പരിസരത്തുള്ള ചേട്ടാനുജന്മാർ, ഉമ്മപെങ്ങന്മാരെ, ഏതെങ്കിലും ഒരു ദീന് പഠിക്കുന്ന കുട്ടി, ഓ കുട്ടിക്ക് വല്ല സഹായം ചെയ്യുന്നവൽ അയൽപ്പക്കാർക്കും അതുപോലെ നാട്ടിലെ സഹോദരങ്ങൾക്കും ഒരു നേരത്തെ ഭക്ഷണമെന്നല്ല, ഒരു തുള്ളി വെള്ളം കൊടുത്ത് സഹായിച്ചവർക്ക് വേണ്ടി അവർ ശഫാഅത്ത് ചെയ്യും ഉമ്മമാരെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്.